കല്യാണത്തിന്റെ അമ്മ ചത്തുപോയതുകൊണ്ട് നാട്ടിലെ മൊത്തം ചെക്കന്മാരെയും പിടിച്ചോണ്ട് പോകുന്ന ഒരു പ്രേതത്തിന്റെ കഥ സ്ത്രീ. അപ്പൊ ഈ കഥ നടക്കണ ചണ്ടേരി മറും നാട്ടുമ്പുറത്താണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം വെച്ചാൽ ഇവിടെ ഒരു പ്രേതൻ പേര് സ്ത്രീ. പണ്ട് കല്യാണം കഴിഞ്ഞ് കറക്റ്റ് ഫസ്റ്റ് നൈറ്റിന് മുന്നേ ചത്തുപോയത് ഒരു പെണ്ണിന്റെ പ്രേതാണ് അത്ര. ഇത് ഇതുപോലെ പരിപാടി എന്താ വെച്ചാൽ ആ നാട്ടിൽ ഉത്സവം നടക്കുന്ന ടൈമിൽ കന്ന് ചെക്കന്മാരൊക്കെ ഡ്രസ്സ് ഏൽപ്പിച്ച് പിടിച്ചോണ്ട് ഒരു സൈക്കോ കാമപ്രേതം. പക്ഷെ മന്ദോദ്യ വീട്ടിന്റെ മതിലിന്റെ മുകളിൽ മോളെ ഇന്ന് വേണ്ട നാളെ വാ ഇങ്ങനെ ഇരിച്ചോള് കറക്റ്റ് അതുപോലെ അനുസരിക്കും. തിരിച്ചോവും നാളെ വരും. എന്നിട്ട് പിന്നെ ഇത് വായിക്കും, പിന്നെയും തിരിച്ചോവും, പിന്നെയും തിരിച്ചു വരും. ഇതന്നെ കഥ. അങ്ങനെ ബുദ്ധി ഇല്ലാത്തൊരു മന്ദോദ്യ സൈക്കോ കാമപ്രേതം. ഈ നാട്ടിലെ മെയിൻ തയ്യൽക്കാരനാണ് വിക്കി. ഇവരും വെച്ച തയ്യലിൽ 6th സെൻസിലെ ചങ്ങായി. ഓനൊരു പെണ്ണ് ജസ്റ്റ് കണ്ടാൽ മതി ഓനോളെ മെഷർമെന്റ് കറക്റ്റ് പക്കാകും. ഒരു മറ്റേ ടേപ്പ് ഒക്കെ വെച്ച് അളക്കണ പരിപാടി അങ്ങനൊന്നുമില്ല. നേരെ നോട്ടം മെഷർമെന്റ് 100% പ്രൊഫഷണൽ. അങ്ങനെ ഓനൊരിക്കലും അതൊക്കെ ഇങ്ങനെ സേർട്ടലിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു പാവാട വെച്ചിരുന്ന് വെച്ച് ഇവന്റെ അടുത്തേക്ക് ഒരു മൊഞ്ചത്തി വരുന്നത്. ഇവർ കണ്ടപ്പോ തന്നെ ഇവന്റെ അടിവയറ്റിൽ മഞ്ഞൊക്കെ വീണ് ഓനോളെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇവളാ പിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഇവനൊരു കത്ത് കൊടുത്തിട്ട് പറയും ഇത് നാളെ രാവിലെ എണീച്ച് പൊലച്ചൊക്കെ എണീച്ച് കുളിച്ചിട്ട് മാത്രമേ വായിക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ഓൻ ഭയങ്കര ഹാപ്പിയായി പൊലച്ചൊക്കെ എണീച്ച് കുളിച്ച് തുറന്നു നോക്കിയപ്പോ എന്താ അടുത്ത വട്ടം കാണുമ്പോൾ ഓക്ക് കൊണ്ടേ കൊടുക്കുന്ന സാധനങ്ങളെ ലിസ്റ്റ്. ഒരു കുപ്പി ബ്രാൻഡി, 1 കിലോ മട്ടൻ, വെള്ളപ്പൂച്ചയുടെ രോമം, ഒരു പല്ലിന്റെ വാല്. ഇതൊക്കെ കൂടി കേട്ടപ്പോ ഓനോളെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഓക്ക് വാങ്ങിക്കൊടുക്കും ചെയ്യും. പക്ഷെ ഇത് കേട്ടപ്പോ വിച്ചീന്റെ ചെങ്ങായിമാരും ബിട്ടുവും ചനനും ഓർപ്പിച്ച് ഇവളാണ് പ്രേതം, ഇവൾ തന്നെ മറ്റേ സ്ത്രീ. അങ്ങനെ ഒരു വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ജനന സ്ത്രീ കുറിച്ചുണ്ട്. അങ്ങനെ ജനന്റെ ഷെഡി പിടിച്ച് നിലവിളിച്ചോണ്ടിരിക്കണോ എന്റെ അമ്മേനെ കണ്ടപ്പോ വിക്കി ഉറപ്പിച്ച് മറ്റേ പാവാട തയ്പ്പിക്കാൻ വന്ന പെണ്ണ് തന്നെ സ്ത്രീ. കാരണം ഇവളെ വേറെ ആരും കണ്ടിട്ടില്ല, പേരും ആർക്കും അറിയില്ല. കറക്റ്റ് ഈ ഉത്സവത്തിന് സമയത്തെ ഓളി നാട്ടിൽ വരും, പക്ഷെ അമ്പലത്തിൽ കയറില്ല, പ്രസാദം കഴിച്ചു. ഇവള് തന്നെ സ്ത്രീ. അങ്ങനെ ജനനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ഉറപ്പിച്ച് വിട്ടും വിക്കിയും കൂടെ ഓരോ സ്ഥലത്ത് മെയിൻ കിളിപോയ ചങ്ങായിന്റെ അടുത്തു. പേര് രുദ്ര. ഇവന്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ആ നാട്ടിൽ ഇങ്ങനെ മൊത്തം ഇറങ്ങി അറിഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രേതകഥയും മറ്റേ കോൺസ്പിറസി തിയറൊക്കെ നാട്ടിൽ പറഞ്ഞു വരട്ടെ. അങ്ങനെ ഈ ചങ്ങായിന്റെ അടുത്ത് നിന്ന് സ്ത്രീന്റെ ഫുൾ ഹിസ്റ്ററിയുള്ള ഒരു ബുക്ക് കിട്ടും. പേര് ചണ്ടേരിപുര. ആൾ തുറന്നു നോക്കിയപ്പോഴാണ് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഭാർഗവി നിലയത്തിന്റെ ഫോട്ടോ ഒരു കാണും. അതുകൊണ്ട് ഈ 3 കൂടെ നട്ടപ്പാരിക്ക് നേരെ അങ്ങോട്ട് വിറ്റ്. അവിടെ ചെന്ന് നോക്കിയപ്പോ കറക്റ്റാണ് അത് ഞാൻ സ്ത്രീന്റെ വീട്. അങ്ങനെ ഇവർ അതിന്റെ ഉള്ളിൽ കയറി ജനനെ തപ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. സ്ത്രീ വന്ന് സ്ത്രീന്റെ പണി തുടങ്ങി. ഓളിങ്ങനെ മെല്ലെ വിക്കിന്റെ ഡ്രസ്സ് ഇങ്ങനെ ഊരാൻ നിൽക്കുമ്പോഴേക്കും അതാ നമ്മുടെ നേരത്തെ പാവാട പണി. ഓള് രുദ്രാക്ഷവും മാലയൊക്കെ ഇട്ട് നമ്മുടെ നാഗസൈരന്ത് സ്റ്റൈലിൽ വന്ന് കുറച്ച് ഭസ്മൊക്കെ എറിഞ്ഞ് സ്ത്രീനെ ഓടിച്ചിട്ട് പറയും ഓള് സ്ത്രീനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. സ്ത്രീ ഓളുടെ ആരോ പിടിച്ച് കൊന്നിട്ടുണ്ട് പോലും. ഇത് കേട്ടപ്പോ വിക്കിക്ക് ഭയങ്കര സമാധാനം. ഓളെ സ്ത്രീ അല്ലല്ലോ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മുടെ CID മുസല അരിശേഷതില്ല അവനെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ജനനെയും കൂട്ടി ഒരു തിരിച്ച് വീട്ടിൽ പോയി. ജനനാണെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് ഇല്ലേ ഓൻ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്നിട്ട് ഫുൾ അടിപിടി നായാട്ട്. ഓൻ്റെ ഇപ്പത്തെ പരിപാടി എന്താ വെച്ചാൽ എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ ഒരു മതിലിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മോളെ ഇന്ന് വേണ്ട നാളെ വാ അതങ്ങോട്ട് മായച്ചാളി. അപ്പൊ സ്ത്രീജി പണി എളുപ്പം ഇവള് വന്നിച്ച് അവിടുത്തെ ചെക്കന്മാരൊക്കെ നേരത്തെ പിടിച്ചോണ്ട് പോകും. 6-5 പുറഞ്ഞോ പിടിച്ചോണ്ട് ഇപ്പൊ ആ നാട്ടില് ചെക്കന്മാരൊക്കെ ക്ഷാമമായി. അപ്പോഴാണ് ഇവരെല്ലാരും കൂടെ മറ്റേ ആ സ്ത്രീന്റെ ഹിസ്റ്ററി ബുക്ക് ഉണ്ടല്ലോ അത് എഴുതി ആളെ പോയി കാണുന്നത്. ഈ സ്ത്രീനെ തോൽപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് മൂപ്പരോട് ചോദിച്ചപ്പോൾ ഇയാളൊരു വചനം അങ്ങോട്ട് പറയും. ആൽ ചുവട്ടിലുണ്ടായ ഒരു വേശ്യപുത്രനും മാത്രമേ അവളെ തോൽപ്പിക്കാൻ പറ്റൂ. അപ്പൊ എല്ലാം കൂടെ കണക്കൂട്ടി വെക്കുമ്പോൾ ആ വേശ്യപുത്രം വിക്കി തന്നെ. ആ നാട്ടിലെ പട്ടിക്കും പൂച്ച കിടക്കുന്നത് അറിയായിരുന്നു. പക്ഷെ ഓന്റെ അമ്മയുടെ സൈഡ് ബിസിനസിനെ പറ്റി ഓൻ ഇപ്പോഴാണ് മനസ്സിലാവണം. അപ്പൊ നമ്മളെ പാവാടപ്പൊന്നിനും ടീമിനും ഒരു ഐഡിയ. ഈ സ്ത്രീക്ക് ഫസ്റ്റ് നൈറ്റ് നടക്കാതിരുന്നിരുന്നല്ലോ പ്രശ്നം. ഓക്കെ അതങ്ങ് നടത്തി കൊടുത്ത് ഓളെ പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ഇവര് വിക്കീനെ മണവാളിന്റെ വേഷമൊക്കെ ഇട്ടിച്ച് മണിയറൊക്കെ സെറ്റായി മുറ്റത്ത് ഒരു ബോറും വെച്ച് മോളെ ഇന്ന് ബാ. അങ്ങനെ സ്ത്രീയാണെങ്കിൽ ഫുള്ള് കമ്മോൺ വിധി ഓയ. സ്ത്രീ നേരെ മണിയറയിലേക്ക് വന്നിട്ട് ഓനങ്ങ് വിളിച്ചോണ്ടോയി. കാരണം ഓക്ക് ഈ ബെഡും മുല്ലപ്പും ഇങ്ങനത്തെ പഴയ സെറ്റപ്പ് ഒന്നും പറ്റൂല. ഓക്ക് വേണ്ടത് ഒരു റഫ് ആൻഡ് ടഫ് ആയ സെറ്റപ്പ്. അതിന്റെ ഓള് നേരെ ഇവനെ മറ്റേ ഭാർഗവി നിലയത്തിലേക്ക് കൊണ്ടുപോയി. ഓനൊരു പാറപ്പുറത്ത് അങ്ങ് എത്തി. വിക്കി അവന്റെ പാന്റൊക്കെ കഴിച്ച് സെറ്റായി പണി ഉറങ്ങാൻ അങ്ങനെ റെഡിയായി നിൽക്കുമ്പോ അവിടെ ആ പാവാട പൊണ്ണു പിന്നെയും വന്ന് ബസ് മെറിഞ്ഞ് സ്ത്രീനെ ഓടിച്ചിട്ട് പറയും വേഗം പോയി പ്രേതത്തിന്റെ മുടി വെട്ടിക്കാള് അതോടെ അവള് പവറൊക്കെ പോവും ശല്യവും തീരും. അങ്ങനെ പ്രേതം പാവാട പൊന്നിനെ കൊല്ലാൻ നിൽക്കുമ്പോഴേക്കും വിക്കി വേഗം പോയി അവളെ മുടി അങ്ങ് വെട്ടിക്കാളും. അപ്പൊ തന്നെ സ്ത്രീ മാഞ്ഞും പോയി ഓല പിടിച്ചോണ്ട് പോയ ചെക്കന്മാരൊക്കെ പ്രത്യക്ഷപ്പെടും ചെയ്തു. അപ്പൊ എല്ലാവരും ഹാപ്പിയായി. ഈ ചെക്കന്മാരൊക്കെ ഫ്രഷ് ആയിട്ട് തുണി ഇല്ലാണ്ട് നാട്ടിൽ കൊണ്ടേ കൊടുത്തപ്പോൾ ഇവർക്ക് വൻ സ്വീകരണം കിട്ടി. അപ്പോഴാണ് പിന്നെയും ടിസ്റ്റ്. നേരത്തെ നമ്മള് വിക്കി വെട്ടിയ സ്ത്രീന്റെ മുടി ഉണ്ടല്ലോ അത് നമ്മളെ പാവാട പുണ്ണലിച്ച് മാറ്റിണ്ടായിരുന്നു. അത് ഓളെ മുടിയിൽ അങ്ങ് മിക്സും ചെയ്ത് ഓളും മഞ്ഞോ ഇവളെ കൊണ്ടൊരു ഡാൻസും കൂടെ കൽപ്പിച്ച് ഉഷാറാക്കി പടം നിർത്ത് കത്തം ടട്ട ബൈ ബൈ.